ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ബനാറസി വീവിംഗ് വരുന്ന മോഡലാണ്. ഇത് പ്യോർ ബനാറസി സിൽക്ക് തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് പോർഷനിലാണെങ്കിലും നല്ല ഹെവി ആയിട്ട് നെക്ക് ലൈൻ ഫുള്ള് ഒരു വീവിംഗ് പാറ്റേൺ പോയിട്ടുണ്ട്. ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു വീവിംഗ് ആണ്. ഇതൊരു ലൈറ്റ് കോപ്പർ ഷെയ്ഡിലാണ് വീവിംഗ് പോയിരിക്കുന്നത്. ദുപ്പട്ടയ്ക്കകത്ത് രണ്ട് സൈഡിലും അകത്തും മൊത്തത്തിൽ ഈ ഒരു വീവിംഗ് പാറ്റേൺ നല്ല കളർ ചാട്ടാട്ടോ. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ചാട്ട്. നമ്മുടെ നോർമലി വരുന്നതിനേക്കാളും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് കളർ ചാട്ട. അപ്പോൾ ഇത് വരുന്നത് ഒരു ലൈറ്റ് ഒരു പേസ്റ്റൽ ടൈപ്പ് ഒരു ഒനിയൻ പിങ്ക് മിക്സ് ആയിട്ട് ലൈറ്റായിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. നമ്മൾ കാണാത്ത ഷെയ്ഡ് എന്ന് പറയാം. കാരണം ആ ഒരു മെറ്റീരിയലോട്ട് വരുമ്പോഴത്തേനും ലൈറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് ബോട്ടം. ഓൾമോസ്റ്റ് സെയിം മെറ്റീരിയൽ തന്നെയാണ്. സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് കേട്ടോ. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇത് കൈക്കുള്ളതും കൂടെ ചേർത്തിട്ട് എക്സ്ട്രാ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും നമുക്ക് ലെങ്ത്ത് വരുന്നത്. എക്സ്ട്രാ ലെങ്തി ആയിട്ട് തന്നെയാണ് നമുക്ക് കൈക്കുള്ള പോർഷൻ വെച്ചേക്കുന്നത് കേട്ടോ. ഇതാണ് ഫ്രണ്ട് പോർഷൻ. നമുക്കിതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാവേ. റേറ്റ് ഞാൻ അടുത്തതിൽ പറയാം. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ്റെ അടിപൊളി കളറാട്ടോ. ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോഴേ ഈ ഒരു ടൈപ്പ് കളറ്. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് കറക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാകുന്ന കാണുകയില്ല. നമ്മൾ തയ്ച്ച് വരുന്നതിന് നല്ല രസമായിരിക്കും കേട്ടോ. കറക്റ്റായിട്ട് നല്ല ലെങ്ത്തിലും തയ്ക്കാൻ കിട്ടും. നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ തയ്ച്ചെടുത്താൽ മതി. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ മോഡൽ എല്ലാവരും തന്നെ ഇച്ചിരി ലെങ്ത്ത് കൂട്ടിയിട്ട് തന്നെയാണ് തയ്ക്കാറ്. ഒരു 47 എബോവ് ഒക്കെ ഇട്ട് തയ്ക്കുക, 48 ഒക്കെ ഇട്ട് തയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഭയങ്കര ലെങ്ത്ത് കൂടുതലായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവാതെ. നല്ല രസമുള്ള ഐറ്റം കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയിലും സെയിം തന്നെ വീവിങ്ങിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ, അത്രയും ഫിനിഷിങ് ആട്ടോ. ഒരു ഇങ്ങനെ നൂലൊന്നും ഒരുപാട് അങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലല്ല, ഒറിജിനലായിട്ട് വരുന്ന ആ ഒരു ബനാറസി വീവിങ് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലാട്ടോ. അത്യാവശ്യം ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ്. ഞാൻ പറഞ്ഞില്ല മൊത്തം കൂടി ഇങ്ങനെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടാത്തത്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ. ബോട്ടം സെയിം ഫാബ്രിക്. നമ്പർ വരുന്നത് A496, റേറ്റ് 1960. അടുത്തത് നല്ല കളറാട്ടോ. ഭയങ്കര രസമുള്ളൊരു ഇതൊരു ഓൾമോസ്റ്റ് ഒനിയൻ പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. ബാക്കിയെല്ലാം സെയിം ആട്ടോ. നല്ല വീവിങ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബനാറസിയിലെ ആ ഒരു ജോർജറ്റിൽ വരുന്ന സൈസ് വീവിങ് ഇല്ലേ, കത്താൻ വീവിങ്ങിൻ്റെ ടൈപ്പ് പാറ്റേണിലാണ് ഇത് മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. ഭയങ്കര വലുപ്പം ഓട്ടോ. മെറ്റീരിയൽ ഭയങ്കര വലിയ മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് ബോട്ടം വരുന്നത്. കറക്റ്റ് ഷെയ്ഡിൽ തന്നെ ബോട്ടവും ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്കൊരു പാർട്ടി വെയർ സ്റ്റൈലിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം. ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. എല്ലാം നല്ല ഷെയ്ഡ്സ് ആണെങ്കിലും ആ ഒരു വീവിങ് ഒക്കെ ആണെങ്കിലും നല്ല വെറൈറ്റി ആയിട്ട് നിൽക്കും. നമ്പർ വരുന്നത് A281, റേറ്റ് 1960. അടുത്ത ഷെയ്ഡ് ഇതൊരു ലൈറ്റായിട്ടൊരു ഗ്രീൻ ടോൺ വരുന്നുണ്ട്. പക്ഷേ ഗ്രേ ആട്ടോ. ഗ്രേയും ഗ്രീനോടെ മിക്സ് ആയിട്ടൊരു ലൈറ്റ് ഷെയ്ഡ്. അപ്പോൾ ഇതിനും വേറെ വ്യത്യാസമില്ല. നല്ല രസമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വീവിങ് ഇത്തൽ എടുത്ത് കാണിക്കും. ലൈറ്റ് ഷെയ്ഡാണെന്ന് പറഞ്ഞാലും വീവിങ്ങിൻ്റെ ഒരു ഭംഗി അങ്ങനെ ഒട്ടും കുറഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെയാണ് വീവി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാട്ടോ ദുപ്പട്ട വരുന്നത്. ബോട്ടം സെയിം കളറ്. നമ്പർ A275, റേറ്റ് 1960. കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്. ലീഫ് ഗ്രീൻ പോലെ അത്രയും തെളിഞ്ഞ കളറല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റായിട്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒരുപാട് ഓവർ അങ്ങനെ ഭയങ്കര ഗ്രീനും അല്ല, ലൈറ്റ് തന്നെ, എന്നാൽ തീരെ ലൈറ്റ് അല്ല. കാണാൻ നല്ല രസമാണ്. ഈ ഒരു വീവിങ്ങിൻ്റെ കളർ കോമ്പിനേഷനായിട്ട് ഭയങ്കര മാച്ചിങ് ആട്ടോ ഈ ഒരു ഐറ്റം. പിന്നെ മാത്രമല്ല നമുക്ക് ബാക്ക് സൈഡിലും എല്ലാം ഈ ഒരു വീവിങ് പാറ്റേൺ തന്നെയാണ് പോയിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ടല്ല കേട്ടോ, മൊത്തം വീവിങ് ഉണ്ട്. അതായത് കൈക്കെടുക്കാനും ഒക്കെയുള്ള മെറ്റീരിയൽ ആ വീവിങ് ഫുള്ളായിട്ട് വീവിങ് വരും. മൊത്തം നല്ല ഗ്രാൻഡായിട്ട് ഇടാൻ നിങ്ങൾ ഇങ്ങനെ ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു സെറ്റാണ് കേട്ടോ. 2000 ബിലോ റേഞ്ചിൽ നല്ല സെറ്റാണ്. നമ്പർ A278, റേറ്റ് 1960. അടുത്ത ഷെയ്ഡ് ഇതൊരു ആഷ് കളറാണ് കേട്ടോ. അതായത് ചെറിയ ബ്ലൂ മിക്സഡ് ഒരു ആഷ് കളർ. എല്ലാത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഓരോ കളേഴ്സും അത്രയും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ബോട്ടം വരുന്നത്. എല്ലാം നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. ആവശ്യത്തിലധികം വലിപ്പം മെറ്റീരിയലെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്പർ A279, റേറ്റ് 1960. നമുക്ക് അടുത്ത ഷെയ്ഡ്, അതായത് ലാസ്റ്റ് കളറാണ്. ഇത് ഒരു ലൈറ്റ് ലാവണ്ടർ മിക്സ്ഡ് ഒരു ഒനിയൻ പിങ്ക് എന്ന് പറയാം. ഏകദേശം ഈ കളറിൻ്റെ തന്നെ ലൈറ്റ് കുറച്ചുകൂടെ ഒരു ഒനിയൻ ഷെയ്ഡ്, പിന്നെ കുറച്ച് ലാവണ്ടർ മിക്സഡ് ഷെയ്ഡ്, അങ്ങനെ തന്നെ ഒരു 3-4 ഷെയ്ഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുത്തോ. എല്ലാം നല്ല കേട്ടോ. നമുക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ മുഖത്തിനൊരു പ്രത്യേക ഐശ്വര്യക്കൂട് തോന്നിക്കുന്ന ഒരു ഐറ്റമാണിത്. മെയിനായിട്ട് ആ ഒരു ബനാറസ് വീവിങ്ങിൻ്റെ ആ പാറ്റേൺ വന്നേക്കുന്നതിൻ്റെ രീതിയിലനുസരിച്ചാണ് കേട്ടോ. പ്യോർ ബനാറസിൻ്റെ ആ ഒരു വീവിങ് ആണ്. ഒറിജിനൽ അവിടെ നിന്ന് തന്നെ ചെയ്തു വരുന്ന ഐറ്റമാണ്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. വാഷിങ് എല്ലാവരും ചോദിക്കുമായിരിക്കും റേറ്റ് കൂടിയ ഐറ്റം അല്ലേ. അപ്പോൾ അതുകൊണ്ട് വാഷ് ചെയ്തതിന് കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ടൊന്നും വാഷ് ചെയ്ത്, കാരണം കൂടിയ ഫാബ്രിക്കാണ്. ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്തെടുത്താൽ മതി. അല്ലാതെ കുഴപ്പമില്ല. ഡ്രൈ വാഷ് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് A276, റേറ്റ് 1960.